അയ്യേ ഇതെന്താ തല്ലുകൊള്ളുന്ന സൂപ്പർമാനോ? ഇതെവിടത്തെ സൂപ്പർമാനാണ്? പിന്നെ ഇതെന്താ ഒരുപാട് വെളിച്ചം? ഈ ഞങ്ങളുടെ സ്നൈഡർ ദൈവത്തിന്റെ സിനിമയിലൊക്കെ ഫുള്ള് ഇരുട്ടായിരിക്കും, ടോർച്ച് അടിച്ചിട്ട് വേണം കാണാൻ. അപ്പം അതുപോലത്തെ വേണം, ഇത്ര വെളിച്ചമൊന്നും സൂപ്പർമാന് പാടില്ല. പിന്നെ ഇതെന്താ ചിരിക്കുന്നു സൂപ്പർമാൻ? സൂപ്പർമാൻ എന്ന് പറഞ്ഞാൽ മറ്റേ രഞ്ജി പണിക്കറിനെ പോലെ ഏറൊക്കെ പിടിച്ചിട്ട് വേണ്ടേ നടക്കാൻ. ഇത് ചിരിക്കണു, തമാശയൊക്കെ പറയുന്നു. അയ്യേ ഇതൊന്നും പറ്റില്ല. എൻ്റെ പൊന്നോ, ഒരു സൂപ്പർമാനെ കുറിച്ചൊരു വീഡിയോ ചെയ്തു, ആ ഒരു തെറ്റേ ചെയ്തുള്ളൂ, അപ്പോഴേക്കും തുടങ്ങി സ്നൈഡറിന്റെ സിനിമ സ്നൈഡർ പോലെ വന്നില്ല. അയ്യോ ഇതെന്താ, ഇതൊന്നുമല്ല സൂപ്പർമാൻ, മറ്റേ സ്നൈഡറിന്റെ സൂപ്പർമാനാണ് സൂപ്പർമാൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. തുറന്ന ഇതന്നെ. എനിക്ക് തോന്നിയ ഒരു കാര്യം പറയട്ടെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ആദ്യമായിട്ട് അവർ സൂപ്പർമാൻ കണ്ട സിനിമ ഈ മാൻ ഓഫ് സ്റ്റീലാണ്. അവർ ആ ക്രിസ്റ്റഫർ റീവിന്റെ സിനിമയൊന്നും കണ്ടിട്ടില്ല. അതായത് കാണേണ്ട കാര്യമില്ല, അതൊക്കെ പഴയ സിനിമയാണ്, അതൊന്നും ഇപ്പൊ കണ്ട ഒരു രസം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സൂപ്പർമാൻ ആയത്, സൂപ്പർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു സംഭവം ആയത് ആ ഒരു സിനിമയിലൂടെയാണ്, ആ ഒരു ക്യാരക്ടർ, ആ ഒരു പേഴ്സണാലിറ്റിയിലൂടെയാണ് എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. കോമിക് ബുക്ക് ആക്യുറേറ്റ് എന്ന് കേട്ടിട്ടില്ലേ? എന്താണോ കോമിക് ബുക്കിൽ അവർ ഉദ്ദേശിച്ചത്, മെയിൻ കോമിക് ബുക്ക് പല വേർഷൻസും ഉണ്ട്, അതൊന്നും അല്ല പറയുന്നത്. ആ മെയിൻ സംഭവം ഇല്ലേ, ആ മെയിൻ സംഭവത്തിനെ അങ്ങനെ പിടിച്ച് സിനിമ ആക്കിയതാണ് ക്രിസ്റ്റഫർ റീവിന്റെ പണ്ട് 70s ഇറങ്ങിയ ആ സൂപ്പർമാൻ. അതിന്റെ ഇടയിൽ കൂടെയാണ് നമ്മുടെ സ്നൈഡർ വരുന്നത്. സ്നൈഡർ ഫാൻസിന് എനിക്ക് റെസ്പെക്റ്റ് ഒക്കെ ഉണ്ട്. നിങ്ങളൊക്കെ കാരണമാണ് ഒരു വാർണർ ബ്രോസിനെ കൊണ്ട് വീണ്ടും ഒരു സിനിമ അവർ തെറ്റ് സമ്മതിപ്പിച്ചിട്ട് ഒരു സിനിമയൊക്കെ വീണ്ടും റിലീസൊക്കെ ചെയ്യിപ്പിച്ചത്. സംഭവമൊക്കെ ശരി തന്നെ. അതും പറഞ്ഞ് എന്ത് പുതിയത് ചെയ്താലും ഇത് പറ്റില്ല, സ്നൈഡർ അങ്ങനെ ചെയ്തു, സ്നൈഡറിൻ്റെ അവിടെ ഇരുട്ട്, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. സ്നൈഡർ ഏറ്റവും വലിയൊരു മോശം സിനിമ എടുത്ത ആളാണ്. ഇത്രയും രണ്ട് ക്യാരക്ടർ, ബാറ്റ്മാനും സൂപ്പർമാനും ഒരു സിനിമയിൽ കിട്ടിയിട്ട് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം സൂപ്പർ ഹീറോ മൂവി ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാനാണ്. അങ്ങനെ കൊളവാക്കിയ ഒരാളിനെ ഇത്രയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. സ്നൈഡർ എന്താ ചെയ്തത്, ന്യൂ 52 പറഞ്ഞിട്ടുള്ള ഒരു കോമിക്കെന്നും ഇൻജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമിക്കെന്നും രണ്ടെന്നും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പുള്ളിൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു ഡാർക്കായിട്ടുള്ള ഭയങ്കര ഒരു ഇൻട്രോവേർട്ട് പോലെ അധികം ഒന്നും സംസാരിക്കാത്ത ഒരു മസിൽ പിടിച്ച് നിൽക്കുന്ന ഒരു സൂപ്പർമാൻ ഉണ്ടാക്കി. നിങ്ങളിത് വേണമെങ്കിൽ ചെക്ക് ചെയ്തോ, ഒരു കോമിക് ബുക്കിലും സ്വന്തം അച്ഛന് ജോണത്തൻ കെന്റിനെ മരിക്കാൻ വിടുന്നില്ല സൂപ്പർമാൻ. ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് ജോണത്തൻ കെന്റ് മരിക്കുന്നത്, അച്ഛൻ. അല്ലാതെ വേറെ ഒരു രീതിയിലും സൂപ്പർമാൻ അച്ഛനെ കൊല്ലാൻ വിടില്ല. അതിപ്പോൾ തല പോണ കേസായാലും പുള്ളി വിടില്ല. കാരണം നന്മയുള്ള ആളാണ് സൂപ്പർമാൻ. യെസ് ഇൻ സൂപ്പർമാൻ ഓൾവേസ് സ്റ്റാൻഡ്സ് ഫോർ ഹോപ്പ്. ആ ഒരു ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ടാണ് പുള്ളി എപ്പോഴും നിൽക്കുക. ഈ വഴി കൂടെ പോണ ആൾക്കാരിനെ ഈ അണ്ണാനെ വരെ രക്ഷിക്കുന്നത് അതുകൊണ്ടാണ്. സൂപ്പർമാൻ ഈസ് കൈൻഡ്നെസ് എന്ന് ജെയിംസ് കെർൺ പറഞ്ഞത് അതുകൊണ്ടാണ്. അതായത് ഒരു സ്പീച്ചൊക്കെ ഉണ്ട് പുള്ളിയുടെ അവസാനം, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അറിയാം. ആ അച്ഛനും മകൻ്റെ ഒക്കെ ഒരു സീൻ എടുത്തിരിക്കുന്നത് 2 മിനിറ്റ് എങ്ങാണ്ടുള്ളൂ, പക്ഷെ നമുക്കത് അവിടെ ഫീൽ ആവും. ഇനി മെയിൻ കംപ്ലൈൻറ്റ് തല്ലുകൊള്ളുന്ന കാര്യം. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അയാളെ തന്നെയാണ് അയാൾ ഫൈറ്റ് ചെയ്യുന്നത്, അതായത് അയാളുടെ ഒരു വേർഷനെ തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അത്രയും പവർഫുൾ ആണ്. അപ്പോൾ പിന്നെ ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഈ സൂപ്പർമാൻ ഭയങ്കര പവർഫുൾ ആണെങ്കിൽ 5 മിനിറ്റിൽ സിനിമ തീരുമല്ലോ. മാൻ ഓഫ് സ്റ്റീലിൽ സോഡിന്റെ കയ്യിൽ നിന്നും സോഡിന്റെ കൂടെ വന്ന പെണ്ണുമ്പളുടെ കയ്യിൽ നിന്നും അടി കിട്ടിയതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലേ? ആദ്യം മുഴുവൻ അടി കിട്ടുകയാണല്ലോ, പിന്നെ അവസാനമാണല്ലോ തിരിച്ചു വരുന്നത്. അപ്പോൾ അതിൽ അടി കിട്ടുന്നത് കുഴപ്പമില്ല, ഇവിടെ അടി കിട്ടുമ്പോൾ മാത്രം കുഴപ്പം. ശരി, സ്നൈഡർ ദേവൻ തന്നെ ഏറ്റവും വലിയ ആൾ. നിങ്ങൾക്ക് മാൻ ഓഫ് സ്റ്റീലാണ് ഇഷ്ടമെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ. അതിന് ബാക്കി എന്ത് പുതിയ സിനിമയും എന്ത് പുതിയത് ചെയ്താലും ഇത് ശരിയായില്ല, ഇത് അതുപോലെ ആയില്ല, ആ ഇരുട്ടാക്ക്, ഇതെന്താ ചിരിക്കണ് എന്നൊന്നും ചോദിച്ച് ആരും വരണ്ട. കാരണം ഇതല്ല സൂപ്പർമാൻ, മാൻ ഓഫ് സ്റ്റീൽ അല്ല സൂപ്പർമാൻ.